ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത്, പെണ്ണുങ്ങൾ നമ്മുടെ താഴെയായിരിക്കണം. സ്ത്രീവിരുദ്ധ പ്രസ്താവനയുമായി കൊല്ലം തുളസി. ഇദ്ദേഹത്തെ ഞാനിപ്പോൾ തെറ്റ് പറയുന്നില്ല. കാരണം ഇദ്ദേഹം അടുത്തിടെ ഒരു റീല് കണ്ടിരുന്നു. ഒരു വൃദ്ധസദനത്തിൽ പോയി തന്നെ ഓമനിച്ച് വളർത്തിയ മകളും ഭാര്യയൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയി. അപ്പം അങ്ങനെ കുറേ പേര് ഇൻസിഡൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളെ ചതിക്കപ്പെട്ടവരൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പെൺകുട്ടിയാൽ ചതിക്കപ്പെട്ട എല്ലാ പെൺകുട്ടികളും മോശക്കാരാണ് എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞത്. ഇയാളുടെ രീതിയിലും അതെ ആ ഒരു മൈൻഡിലൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അമ്മ എന്ന സംഘടനയെക്കുറിച്ചാണ്. അമ്മ എന്ന സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിമർശനം ഉണ്ടാകും. കാരണം സ്ത്രീകളെ അതിനകത്ത് ഉന്നമനത്തിൽ കയറ്റുന്നില്ല, അമ്മ എന്ന പേര് മാത്രമേ ഉള്ളൂ, എല്ലാം പുരുഷന്മാരെ വരേണ്ട വിവാദം ഉണ്ടായിരുന്നു. അപ്പം അതിന് മറുപടിയായിട്ട് മത്സരം വരിക ശ്വേതാ പ്രസിഡൻ്റായി നിയമിതയായി. അപ്പം തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഭരിച്ചാലും പുരുഷൻ ഭരിച്ചാലും ഭരണം നന്നായാൽ മതി. ഇപ്പോൾ രാജാവ് റാണി, ഇപ്പോൾ രാജാവിനോടും പ്രാധാന്യമുണ്ട് റാണിക്ക്. റാണിയുടെ അത് രാജാവിനോട് തോന്നുന്ന അതേ റെസ്പെക്റ്റ് റാണിയോടും തോന്നും. തമ്പുരാനോട് തോന്നുന്ന അതേ റെസ്പെക്റ്റ് തമ്പുരാനോടും തോന്നും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ IPS AD ഒരു പുരുഷ ഓഫീസറാണെങ്കിലും അതുപോലെ ലേഡി ഓഫീസറാണെങ്കിൽ തത്തുല്യ പദവി തന്നെയാണ്. കമ്മീഷണറായ തത്തുല്യ പദവി തന്നെയാണ്. നമ്മൾ സല്യൂട്ട് അടിക്കണമെന്ന് പറഞ്ഞാൽ സല്യൂട്ട് അടിക്കണം, നമ്മൾ ബഹുമാനിക്കണം. അത് പെണ്ണ് രീതിയിൽ വേർതിരിവില്ല. ഏത് മേഖലകളിലാണെങ്കിലും ഭരണ മികവുണ്ടോ, അത് ആണ് ഭരിച്ചാലും പെണ്ണ് ഭരിച്ചാലും ഭരണമികവാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല.